വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴിയാണ് നമ്മൾ പറയില്ലേ, ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയാ, ഞാൻ ഓഫീസിലോട്ട് പോകുന്ന വഴിയാ. അപ്പം എല്ലായിടത്തും അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എഴുതിയത്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോവാണ്, ലൈക്ക് ഓൺ ദ പ്രോസസ്, എത്തിയിട്ടും ഇല്ല, തുടങ്ങുകയും ചെയ്തു, പകുതി ദൂരം എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ദൂരം എത്തിയിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ ഓൺ ദ വേ എന്നാണ് പറയുന്നത്. ഓൺ ദ വേ, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങി, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വെച്ചിട്ട് ആരെങ്കിലും നമ്മളോട് ചോദിക്കുക എവിടെ പോവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഐ എം ഓൺ ദ വേ ടു എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ ആം ഓൺ മൈ വേ ഹോം. ഐ എം ഓൺ മൈ വേ ഹോം. നോർമലി നമ്മൾ സ്ഥലത്തിന്റെ കൂടെ ടു ചേർക്കാറുണ്ട്, പക്ഷെ ഓൾറെഡി നമുക്ക് അറിയാവുന്നത് പോലെ നമ്മൾ ഹോമിന്റെ കൂടെ ഒന്നും ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യില്ല. സോ ഐ എം ഓൺ മൈ വേ ഹോം, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ എഴുതും? ഐ എം ഓൺ മൈ വേ. ഇവിടെ ഓഫീസിലേക്ക്, ഓഫീസിന്റെ കൂടെ നമുക്ക് ടു ചേർക്കാം അല്ലെ, ടു ഓഫീസ്. ഓക്കെ, ഐ എം ഓൺ മൈ വേ ടു ഓഫീസ്. നോർമലി നമ്മൾ സ്ഥലങ്ങളിലേക്ക്, ഇന്ന സ്ഥലത്തേക്ക്, നാട്ടിലേക്ക്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ഓഫീസിലേക്ക്, സ്കൂളിലേക്ക്, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ടു യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഹോം എന്നുള്ള വേർഡിന്റെ കൂടെ നമ്മൾ ടു യൂസ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ എം ഓൺ മൈ വേ ഹോം. ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ എം ഓൺ മൈ വേ ടു ഓഫീസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.